ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പംകിൻ കണ്ടിട്ട് ഉണ്ടാക്കണം, നമ്മളെ മത്തങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു 25 ചെയിൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, നമ്മൾ ചെയിൻ എത്ര ഭംഗിയാക്കി ഇടുന്നു അത്ര നന്നായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഈ ചെയിൻ ചെയ്തതിനിട്ട് പിന്നെ നമുക്കതിലേക്ക് ചെയ്യേണ്ടത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. അതിന് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ചെയിനിലും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. ചെയിൻ സ്കിപ്പ് ചെയ്താൽ അതിൻ്റെ വേരിയേഷൻ നല്ലോണം കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ വേണം നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയിൻ എത്ര ക്ലിയർ ആവുന്നോ അത്രയും നമ്മൾ സ്റ്റിച്ച് ക്ലിയർ ആവും എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ കണ്ടു ഒട്ടും ഗ്യാപ്പില്ലാതെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിൻ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിനും ഞാൻ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെയാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫിനിഷിംഗ് പോയിന്റിലെത്തി 2 ചെയിൻ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യുമല്ലോ. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം അതെല്ലാം ചെയ്യേണ്ടത് പിന്നെ ബാക്ക് ലൂപ്പിലാണ് കേട്ടോ. ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിത് ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ബാക്കിലായിട്ട് കാണുന്ന ഒരു ലൂപ്പ്, അതാണ് ഇതേ കണ്ടോ. ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ആ സൈഡിലായിട്ട് കാണും. സാധാരണ നമ്മൾ ആ ചെയിനിൻ്റെ ഉള്ളിലേക്കല്ലേ കൊടുക്കണത്, അതിന് പകരം നമ്മൾ ബാക്ക് ലൂപ്പിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് ലൂപ്പിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കുഴി പോലുള്ള ഒരു രീതിയിൽ വരും. അപ്പോൾ അതാണ് മത്തങ്ങയുടെ ആ ഒരു വരയൊക്കെ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ബാക്ക് ലൂപ്പിലേക്ക് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കൊരു 15ഓളം ലെയർ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാത്തിലും ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ ബാക്ക് ലൂപ്പിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ഡയറക്റ്റ് ചെയിനിലല്ല കൊണ്ടുപോകുന്നത്, ബാക്ക് ലൂപ്പിൽ. നമ്മൾ ബാക്ക് ലൂപ്പിൽ ചെയ്യുമ്പോഴും ഫ്രണ്ട് ലൂപ്പിൽ ചെയ്താലും ചെയിനിൻ്റെ ഉള്ളിലേക്ക് ചെയ്താലും മൂന്ന് രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഇത്തിരി കൂടെ ബഡ് ചെയ്ത് നിൽക്കാനൊക്കെയാണ് ഈ ബാക്ക് ലൂപ്പിലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള മാറ്റമായിട്ട് കിട്ടില്ല. ഒരു സ്ക്വയർ ഷീറ്റായിട്ട് ഇത് വരണം. അങ്ങനെ നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ചെയിനിലും നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാട്ടെ. കറക്റ്റ് നമ്മളിതുപോലെ ബാക്ക് ലൂപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു ചെയിൻ പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കൊടുക്കാം. വേണ്ട, ഇതുപോലെ നമുക്ക് ബാക്ക് ലൂപ്പിലേക്ക് ചെയ്യാം. ബാക്ക് ലൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. ഇതുപോലുള്ള ചെറിയ വീഡിയോസൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഭംഗിക്കൊക്കെ തൂക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലെ പിള്ളേർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൊടുക്കണേ. അതെ, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആ ലാസ്റ്റിലുള്ള ഫിനിഷിങ് പോയിന്റ് പോലും നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ 2 അറ്റവും നല്ല ഫിനിഷ് ആയിരിക്കണം. ആ അറ്റവും ഈ അറ്റവും അങ്ങനെ 2 അറ്റവും നല്ല ഫിനിഷ് ആയിട്ടിരിക്കണം. ഒരു ചെയിൻ പോലും സ്കിപ്പ് ആവാനും പാടില്ല. അതാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ് കേട്ടോ. സ്റ്റിച്ച് കുറഞ്ഞാലും സ്റ്റിച്ച് കൂടിയാലും ഒക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ ഇതേ കണ്ട. ഇപ്പോൾ ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു കുഴിവ് പോലെ വന്നേക്കണല്ല. അപ്പോൾ ഇത് ഈ ഫ്രണ്ടിലായിട്ട് പൊങ്ങിയും നിൽക്കും, താഴെ കുഴിവ് പോലും വന്ന് നിൽക്കും. അപ്പോൾ അതാണ് ബാക്ക് ലൂപ്പിൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്ക് ലൂപ്പിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് അവിടെ കാണിക്കും. നമ്മൾ ഓരോ സാധനം ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതേ ലാസ്റ്റത്തെ ചെയിൻ സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് നമ്മൾ ഇടുന്ന ആ 3 ചെയിനില്ലേ സ്കിപ്പ് ചെയ്യുന്ന അത്, പിന്നെ നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം സംഭവം തന്നെ നമ്മളിനി 15 പ്രാവശ്യം ചെയ്യണം. അതിനിപ്പോൾ 2 പ്രാവശ്യം ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഒരു 15 തവണ കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും വരാണ്ട് എണ്ണി വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് 15 ചെയിൻ നമ്മൾ 20 ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 20 ചെയിനിൽ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 18 ഹാഫ് ഡബിൾ ക്രോഷ്യ നമുക്ക് കാണണം. ആ സ്കിപ്പ് ചെയ്ത ചെയിൻ അടക്കം 18 എന്ന് പറയും 19 ഹാഫ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ എല്ലാത്തിലും അതുണ്ടോയെന്ന് എണ്ണി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എണ്ണി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്.
അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുണ്ട് നമ്മൾ ആ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന 2 ചെയിനിൽ ഇട്ട് കൊടുക്കുന്ന 2 ചെയിൻ അതും കൂടെ സ്കിപ്പ് ചെയ്യാതെ ഇതാക്കണം. ഇനിയിപ്പോൾ നമ്മളത് സ്കിപ്പായി പോകണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയൂ, ഈ 2ാമത്തെ ചെയിനിൽ നമുക്കൊരു മാർക്കറില്ലേ, സ്റ്റിച്ചിങ് മാർക്കർ, അതിട്ട് കൊടുക്കാം. അതാവുമ്പോൾ ആ 2 ചെയിൻ സ്കിപ്പ് ചെയ്യൂലോ, 2ാമത്തെ ചെയിൻ സ്കിപ്പ് ആവില്ല. അവിടേക്കും വന്നിട്ട് നമ്മൾ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിക്കോളും. അപ്പോൾ അതേ ഞാനിതുവരെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ചെയ്തു നോക്കുക കേട്ടോ. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ മൈൻഡ് തെറാപ്പിയാണ് ഇതൊക്കെ. നമ്മളെ മൈൻഡ് എപ്പോഴും റിലാക്സ് ആകും. കാരണം ഇതിനൊരു തെറ്റ് വരാൻ പാടില്ല. തെറ്റിയാൽ അതിൻ്റെ വേരിയേഷൻസ് അതിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണോണ്ടിട്ട് നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ ഫിനിഷ് ആയിട്ടുണ്ട്. മൊത്തം 15 ലെയർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഈ 2 അറ്റും യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നൂല് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ സൂചി കുറച്ച് വലുതായി പോയിട്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി പാടുപെട്ട് ഞാനത് ചെയ്യാനായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ചെറിയ സൂചി മേടിക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയും വലുതാണ്. ഞാനത് ശ്രദ്ധിച്ചില്ല കിട്ടിയപ്പോൾ. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇച്ചിരി വലിയ യാണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഇതിൽ കയറും. പിന്നെ ഈ സൈഡ് ഞാൻ എങ്ങനെ തന്നെ കൂട്ടി നമ്മൾ ഹെം ചെയ്യൂലേ, ഹെം ചെയ്യണ മാതിരിയാണ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലിപ്പ് നോട്ട് ഇടണമെങ്കിൽ അതിട്ടും കൂട്ടാം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇട്ട് കൂട്ടുന്നത് ഇന്നൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഹെം ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് കാണിക്കും. ഒരു ചെയിൻ കുറഞ്ഞാലും ഒരു ചെയിൻ കൂടിയാലും അതിൻ്റെ മിസ്റ്റേക്ക് ഇതിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 സൈഡും കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയത് ഒരു ഇതായിട്ട് അങ്ങ് വരും കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റാം. അറ്റെത്തണ വരെ നമുക്കിത് തുന്നി കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഹെമ്മിങ് ചെയ്യുന്നത് പോലെ തന്നെ, വേറൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എൻ്റെ സൂചി ടൈറ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇച്ചിരി പാടുപെട്ട് ചെയ്യണത് കേട്ടോ. സൂചി ഭയങ്കര വലുതായിപ്പോയി, ആ എഡ്ജ് കണ്ട ഭയങ്കര വലുതായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല ശരിക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഗുഹ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ആദ്യം ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട ഇതുപോലെ നമ്മളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറിയുന്നുണ്ടോ, തുന്നിയത് അറിയണ പോലും ഇല്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ നമുക്കിനി അടുത്തതിന് ഈ ഒരു വശം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നുകിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ എവിടെയായാലും കുഴപ്പമില്ല. നമുക്കിതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് പഞ്ഞി നിറച്ച് കൊടുക്കാൻ. കോട്ടൺ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മത്തങ്ങ സൂപ്പറായിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. സൂചി ഉണ്ടെങ്കിൽ എളുപ്പം കഴിയും കേട്ടോ. ആ ചെറിയ ടൈപ്പ് സൂചിയാണെങ്കിൽ എളുപ്പം കഴിയും. സൂചി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഹുക്ക് വേണ്ടി ചെയ്യണത് കേട്ടോ. സൂചിയാണെങ്കിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യില്ല, അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒറ്റ അങ്ങ് വലിച്ചിട്ട് സൂചി കൊണ്ട് തന്നെ കെട്ടിടാനും ഒക്കെ സുഖമാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പാടുപെട്ട് സൂചി വലുതായതിൻ്റെ ഒട്ടും കയറുന്നുണ്ടായില്ല. അപ്പോൾ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ഞി നിറക്കാം കേട്ടോ. ഇതുപോലെ പഞ്ഞി എടുത്തിട്ട് നന്നായിട്ട് അതിലേക്ക് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഫില്ല് ചെയ്ത് നല്ല ടൈറ്റാക്കി തന്നെ ചെയ്യണേ, എങ്കിലും നല്ല കറക്റ്റായിട്ടിരിക്കുള്ളേ. കുറച്ചായിട്ടുണ്ടെങ്കിൽ അതൊരു ലൂസായിട്ടിരിക്കും. നല്ല ടെമ്പറായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഞ്ഞി തന്നെ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പഞ്ഞി ഫില്ല് ചെയ്യുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഞ്ഞി ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മോൾ വശവും കൂടി നമുക്കങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. അതും നമ്മളിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടാൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അതും ഈ സൂചി കൊണ്ടിട്ടല്ല, ഹുക്ക് കൊണ്ടിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് സൂചി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുന്നു, ചെറിയ ഇതുള്ള സൂചി എടുക്കാം. ഇതിലും ചെറിയ സൂചി എടുക്കാം. സൂചി എടുത്തിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു വലിച്ചാൽ തന്നെ അതങ്ങ് ജോയിൻ്റായി പോയിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഹുക്ക് കൊണ്ടിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട്. വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അലസമായിട്ടൊന്നും ചെയ്യരുത്. നമ്മൾ ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധയോടെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. ഇതാണെങ്കിൽ കയ്യിൽ നിന്ന് ചാടി പോവുകയും ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെയും പറയുവാണ് ഞാൻ. അപ്പോൾ കണ്ടത് ലാസ്റ്റ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടറ്റവും പിടിച്ച് ഒരു വലിച്ച് ഒരുമിച്ചാക്കി എടുത്ത് കേട്ടോ. ഇതുപോലെ രണ്ടറ്റവും പിടിച്ച് വലിച്ച് കെട്ടിയിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. കെട്ടിട്ട് കൊടുത്തിട്ട് താഴേക്ക് വലിച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടറ്റവും വലിച്ച് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണ്ടേ. ഇനി ഇത് താഴേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമുക്ക് കെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി ഇല്ലാത്തതിൻ്റെ പാടാണ് കാണുന്നത്. നല്ല പാടുപെട്ട് ഇത് വലിച്ചെടുക്കാനായിട്ട് നല്ല പാടുപെട്ട് ഹുക്ക് കൊണ്ടിട്ട് വരുന്നില്ല. പഞ്ഞിയല്ലേ, പഞ്ഞി ആയതുകൊണ്ടിട്ട് അത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് വശവും വലിച്ചെടുത്തിട്ട് ആ 3 യാണുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി കെട്ടി അതൊരു നല്ല ബോൾ പോലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങക്ക് ഒരു ലീഫ് വേണം, അതും കൂടെ ഞാനിവിടെ സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മത്തങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ആയില്ല എന്നുള്ളൂ, എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉണ്ടായുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു കളറിലും നമുക്ക് കീ ചെയിനൊക്കെ കൊണ്ട് നടക്കാമല്ലോ. അപ്പോൾ മത്തങ്ങയുടെ ലീഫ് അതിന് വേണ്ടിയിട്ട് പച്ച കളറിയാണ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം മാജിക് റൗണ്ടാണ് ചെയ്യുന്നത്. മാജിക് റൗണ്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ ആ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു 10 സിംഗിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കാം. 5 ഇതൾ വരുന്ന ഒരു ലീഫ് പോലെയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റാർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 10 ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് സ്ലിപ്പ് നോട്ട് ഇട്ട് കൂട്ടിയെടുക്കാം കേട്ടോ. കൂട്ടിയെടുത്തിട്ട് ഒരു 4 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ 4 ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 4 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ചെയിനിൽ സിംഗിൾ ക്രോഷ്യോ ഇട്ട് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അടുത്ത ചെയിനിൽ നമുക്ക് ഡബിൾ ക്രോഷ്യോ ഇട്ട് കൊടുക്കാം. അപ്പോൾ 4 ചെയിനിലും നമ്മളിതുപോലെ ഫില്ലാക്കി എടുത്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കിതുപോലെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഐറ്റം തന്നെ നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ സിംഗിൾ ചെയ്യുക, പിന്നെ അടുത്ത ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്യുക, അടുത്തതിൽ ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 5 ഇത് ചെയ്തെടുക്കണം കേട്ടോ. അതൊരു സ്റ്റാർ പോലെ തന്നെയാവേ, സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിത് മൊത്തം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഈ റൗണ്ട് മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് സ്ലിപ്പ് നോട്ട് ഇതിന് അതിലേക്ക് മത്തങ്ങയിലേക്ക് തുന്നി പിടിപ്പിക്കേണ്ടേ, അതിന് വേണ്ടിയിട്ട് സൂചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ചെയ്തത്. കാരണം മറ്റേ സൂചി കൊണ്ട് നമുക്ക് തുന്നാൻ പറ്റില്ല, സാധനം വേണമെങ്കിൽ അടന്ന് കയ്യിലേക്ക് വരും മത്തങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഇത്തിരി പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങളിൽ നൂലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുന്നി തന്നെ പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ. പശയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റിക്കായിരിക്കണം പശയാണെങ്കിൽ, പിന്നെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് പശ എടുത്തിട്ടുണ്ട്, നമ്മൾ 7000 ആ പശ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രസമില്ലേ മത്തങ്ങ കാണാനായിട്ട്. കളറ് ഒരു ഇച്ചിരി ലൈറ്റായിരുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. കളർ ഒരു ബേജ് കളർ മത്തങ്ങ പഴുത്ത് വന്നിട്ടില്ല, അങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങളുണ്ടാക്കി നോക്കുക, ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പിന്നെയും പറയണം. ഇനിയും വേറൊരു സാധനം അടുത്തൊരു പ്രൊഡക്റ്റായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെക്കും നമുക്ക് പിന്നെയും കാണാം. ബൈ.